ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ഒരു ചെമ്മീൻ ഫ്രൈ തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാൻ ഒരു 250 ഗ്രാം ചെമ്മീൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ എരിവുള്ള മുളക് പൊടി, പെരിഞ്ജീരകത്തിന്റെ പൊടിയാണ്. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവും മീൻ ഫ്രൈ ചെയ്ത് വരുമ്പോൾ. അത് ഞാനൊരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു നുള്ള് ഉലുവ പൊടിച്ചു വെച്ചതാണ്. ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ്, പിരിയ മുളക് പൊടി. ഇതിന് എരിവ് കുറവാണ്. പിന്നെ ഒരല്പം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരച്ചു വെച്ച പേസ്റ്റ് ആണ്. അത് ഞാനൊരു 1 ടീസ്പൂൺ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. വലിയ പ്രോൺസ് ആണെങ്കിൽ ഒന്ന് മുറിച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കണം. ഇനി ഇത് നമുക്ക് ഒരു 5 മിനിറ്റ് വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് നേരം ഒന്നും വെക്കേണ്ട, ഒരു 5 മിനിറ്റ് വെച്ചാൽ മതി. എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു പൊട്ടറ്റോ ഞാൻ എടുക്കുന്നുണ്ട്. അപ്പം മീൻ ഇത് നമ്മൾ പ്രോൺസ് ഫ്രൈ ചെയ്ത് എടുത്തു കഴിഞ്ഞിട്ട് ആ സെയിം എണ്ണയിലേക്ക് തന്നെ ഈ പൊട്ടറ്റോ നമ്മളൊന്ന് നീളത്തിൽ അരിഞ്ഞിട്ട് അതിൻ്റെ അകത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കും. അപ്പോൾ ആ മീനിൻ്റെ ഫ്ലേവർ നന്നായിട്ട് ഈ പൊട്ടറ്റോയിലും വരും. അപ്പോൾ ഇത് ഞാൻ ബോയിൽ ചെയ്തെടുത്ത പൊട്ടറ്റോയാണ്. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞു. ഇനി നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം. ഇച്ചിരി കട്ടിയോട് കൂടെ മുറിച്ചെടുക്കണം. ബോയിൽ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരും. അപ്പോൾ ഒരുപാട് നേരം എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കണ്ട. ചെറിയ സ്ക്വയർ ആയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇതിൽ നമ്മളിനി മസാല ഒന്നും വരട്ടണ്ട, കാരണം നമ്മളിത് ആ സെയിം എണ്ണയിലോട്ട് ഇടുമ്പോൾ അതിലുള്ള മസാലയൊക്കെ പൊട്ടറ്റോയിലോട്ട് പിടിച്ചു വന്നോളും. പിന്നെ കറിവേപ്പില ഉണ്ടെങ്കിൽ ഒരു 2 കറിവേപ്പിലയും കൂടെ അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ചീനിച്ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഡീപ്പ് ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനാവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഓരോ പ്രോൺസ് ആയിട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഫ്രൈ ആയിട്ടുണ്ട്. ഒരുപാട് ഫ്രൈ ആവാൻ നിൽക്കണ്ട. ഇത് കാണുമ്പോൾ നമുക്കറിയാം അത് ഫ്രൈ ആയിട്ടുണ്ടെന്ന്. ഒരു ഇച്ചിരി ഗോൾഡൻ നിറമാകുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പ്രോൺസ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നല്ല ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ടിഷ്യൂ പേപ്പർ ഇട്ട് കൊടുക്കുക ഒരു പാത്രത്തിൽ. എന്നിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതുപോലെ ബാക്കിയുള്ളതും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം.
ഞാൻ ഒരു പച്ചമുളകും ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ എണ്ണയിലിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമുക്ക് വറുത്ത് വെച്ച മീനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള മീനും കൂടെ കറിവേപ്പില വറുത്തെടുത്ത് എണ്ണയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുത്ത് വയ്ക്കാം. കറിവേപ്പിലയും മുളകും പൊരിച്ചെടുത്ത എണ്ണയിൽ നമ്മൾ പ്രോൺസ് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. സാധാരണ ഞാൻ ബീഫൊക്കെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് കറിവേപ്പില മുളകും ഇട്ട് വറുത്ത എണ്ണയിലിട്ട് വീണ്ടും ബീഫ് ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കും. അപ്പോൾ അതിന് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഈ പ്രോൺസിന് ഒരു എക്സ്ട്രാ ഒരു ചൊവയുണ്ട്. അപ്പോൾ ആ ഒരു ചൊവ നമുക്ക് ഇങ്ങനെ ഒന്ന് വറുത്തെടുക്കുമ്പോൾ മാറിക്കിട്ടും. ഇനി നമുക്ക് പൊട്ടറ്റോയും കൂടി ഇട്ട് കൊടുക്കാം. ആ സെയിം എണ്ണയിലോട്ട് തന്നെ വേണം പൊട്ടറ്റോ ഇട്ട് കൊടുക്കാൻ വേണ്ടി. പ്രോൺസ് ഞാൻ മുഴുവൻ ഫ്രൈ ചെയ്തെടുത്തു. നമുക്ക് പൊട്ടറ്റോ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഈ മീനിൻ്റെ എണ്ണയിലുള്ള മസാല ഇതിൽ പിടിച്ച് വരുന്ന അത്രയും മതി. എന്നിട്ട് നമുക്കങ്ങ് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. പൊട്ടറ്റോ ഒന്ന് മറച്ചിട്ട് കൊടുക്കാം. ഇത് കോരി കഴിഞ്ഞിട്ട് ഇതിൻ്റെ മീതേക്ക് കുറച്ച് ഉപ്പും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് കോരിയെടുക്കാം. ഇപ്പം ഇതായിട്ടുണ്ട്. ഇത്രയും ആയാൽ മതി. ഇതുണ്ട്, നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. പൊട്ടറ്റോ ബോയിൽ ചെയ്തിട്ട് നമ്മൾ പുഴുങ്ങിയിട്ട് എടുത്തതുകൊണ്ട് അധികം എണ്ണയൊന്നും അതിൽ കുടിക്കില്ല. ഒരു ഗോൾഡൻ കളർ ആകുമ്പോൾ എണ്ണയിൽ നമുക്ക് കോരിയെടുത്താൽ മതി. ഞാൻ ഇതിലേക്ക് ഒരല്പം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ചാട്ട് മസാലയാണ്. ഇത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ചാട്ട് മസാല എന്ന് തന്നെ പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടും. ഇതും കൂടെ ഞാനൊരല്പം ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതൊന്ന് ഇങ്ങനെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത്രയും മതി. അപ്പോൾ നമ്മുടെ പ്രോൺസ് ഡീപ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നോക്കുക. ഇത് പൊട്ടറ്റോയുടെ കൂടെ മിക്സ് ചെയ്തിട്ട് കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നന്ദി, നമസ്കാരം. ഇന്നത്തെ ഡിന്നർ പ്രോൺസ് ഫ്രൈയും വൈറ്റ് റൈസും പിന്നെ സാലഡുമാണ്.